പൃഥ്വിരാജ് സംവിധായകനും മോഹൻലാൽ നായകനുമായിട്ടുള്ള ബ്രൊഡാഡി സിനിമയുടെ ലൊക്കേഷനിലാണ് യുവനടിയെ ബലാത്സംഗം ചെയ്തത്. സഹസംവിധായകൻ ലൊക്കേഷനിൽ വെച്ച് മയക്കുമരുന്ന് കലർത്തിയ സ്പ്രൈറ്റ് കൊടുത്ത് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് സെലക്ഷൻ ആയതിനു ശേഷം ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പ്രധാനമായും ആന്ധ്രയുടെയും തെലങ്കാനയുടെയും വിവിധ ഭാഗങ്ങളിലാണ് നടന്നത്. പൃഥ്വിരാജിന്റെ ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ച് യുവ നടിക്ക് നേരിടേണ്ടി വന്ന ക്രൂര പീഡനം കഴിഞ്ഞ 1-2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ കരുതി ഇന്നത്തെ ടോപ്പിക് ഇതാവാന്നുള്ളത്. മെയിനായിട്ട് ഈ ആരോപണം വന്നിട്ടുള്ളത് ബ്രോഡാഡിയിലെ പൃഥ്വിരാജിന്റെ സഹസംവിധായകനായിട്ടുള്ള മൻസൂർ റഷീദിനെതിരെയാണ്. അപ്പൊ ഇതുവരെ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. കാരണം ബ്രോഡാഡിയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞത് അവിടെ വെച്ചിട്ടാണ്. ഈ നടി ഒരു മലയാളിയാണ്. അങ്ങനെ ഈ നടിക്ക് എന്താക്കുന്നു, സിനിമയിൽ അവസരം കിട്ടുന്നു. അങ്ങനെ ഷൂട്ടിങ്ങിന് ആവശ്യത്തിനായി ഈ നടി ആന്ധ്രാപ്രദേശിലേക്ക് വരുന്നു. ഈ നടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്തിന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തങ്ങിയിട്ടാണ് ഷൂട്ടിങ്ങിനൊക്കെ മറ്റും പോകുന്നത്. അപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ നടി ആദ്യം അഭിനയിച്ചത് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ കല്യാണത്തിന്റെ സീക്വൻസ് ആണ്. ഇപ്പൊ ഒരു സിനിമയെ സംബന്ധിച്ച് അറിയാലോ, ഡിസോർഡർ ആയിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. ചിലപ്പോൾ ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യും, ചിലപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഭാഗം അവസാനം ഷൂട്ട് ചെയ്യും, ചിലപ്പോൾ നടുവെന്നൊക്കെ എടുത്ത് ആദ്യം ഷൂട്ട് ചെയ്യും. അങ്ങനെ ഡിസോർഡർ ആയിട്ട് ആകെ അൽക്കുലത്തായിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. എല്ലാ സിനിമയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഷൂട്ട് ചെയ്തത് ഈ ഭാഗമാണ്. ചിലപ്പോൾ ഉണ്ണിമുകുന്ദന്റെ ഡേറ്റ് ആ ഒരു ദിവസത്തിന് മാത്രമായിരിക്കും ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ആദ്യം ഈ സീക്വൻസ് ഷൂട്ട് ചെയ്തത്. കാരണം കുറച്ചേ ഉള്ളൂ ഉണ്ണിമുകുന്ദന്. എന്തായാലും ഈ ഷൂട്ടിംഗ് നടന്നത് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഹോട്ടൽ എന്നുള്ളതാണ് ഈ ഹോട്ടലിന്റെ പേര്. അങ്ങനെ ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് യുവനടി എന്താക്കി, തന്റെ സുഹൃത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ മോഹൻലാലും മീനയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ നടി എന്താക്കുന്നു, അവിടെയും പോകുന്നു, ഷൂട്ടിങ്ങിന് പങ്കെടുക്കുന്നു. രാവിലെ ആയിരുന്നു ഷൂട്ടിംഗ്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സഹ സംവിധായകനായിട്ടുള്ള മൻസൂർ റഷീദ് യുവ നടിയോട് ആവശ്യപ്പെടുകയാണ്, ഇന്ന് ഇവനിക്ക് തന്നെ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, അതിൽ പൃഥ്വിരാജും കല്യാണി പ്രിയദർശനും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫ്രഷപ്പ് ആയി വരാൻ. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്റെ താമസ സ്ഥലത്ത് പോയി ഫ്രഷപ്പ് ആയി വരാനുള്ള ടൈമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൻസൂർ റഷീദിന്റെ കെയർ ഓഫിൽ അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുന്നു. ഈ പെൺകുട്ടി ബാത്റൂമിലേക്ക് പോകുന്നു, ഫ്രഷപ്പ് ആകുന്നു. ഫ്രഷപ്പ് ആയി പുറത്തിറങ്ങിയപ്പോ മൻസൂർ റഷീദ് റൂമിലേക്ക് വരാണ്. എന്നിട്ട് കുറച്ച് സ്പ്രൈറ്റും ചോക്ലേറ്റ്സും ഈ പെൺകുട്ടിക്ക് കൊടുക്കാണ്. അങ്ങനെ ഈ പെൺകുട്ടി എന്താക്കാണ്, അതിന് സ്പ്രൈറ്റ് എടുത്ത് കുടിക്കാണ്. ആ കുടിച്ചതും ഈ പെൺകുട്ടിയുടെ ബോധം പോവാണ്. പിന്നെ ഈ പെൺകുട്ടി ഉണരുന്നത് അർദ്ധരാത്രിക്കാണ്. അർദ്ധരാത്രിക്ക് ഉണർന്ന് നോക്കിയപ്പോൾ ആരെയും ചുറ്റും കാണാൻ ഈ പെൺകുട്ടിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ഉടനെ തന്നെ ബന്ധപ്പെട്ട് തന്നെ സുഹൃത്തുക്കളെ വിളിച്ചു നോക്കി. അവരപ്പം തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കി വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ പെൺകുട്ടി പുലർച്ചെ 5 മണിക്ക് തന്നെ തന്റെ സുഹൃത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ എത്തിയതും തന്നെ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ ഈ പെൺകുട്ടി വാട്സപ്പിൽ ചില ചിത്രങ്ങൾ കാണുകയാണ്. എന്താണത്? ഈ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ. ഇത് അയച്ചത് മൻസൂർ റഷീദാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു ഭീഷണിയും ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് ബാക്കി ഇതിന്റെ റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം. യുവതിയുടെ വാട്സപ്പിലേക്ക് ഈ പ്രതിയായിട്ടുള്ള മൻസൂർ യുവതിയുടെ അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം യുവതിയോട് ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിൽ എല്ലാവരും കാണും, സിനിമ ഇതോടെ നിന്റെ സിനിമാ മോഹം അവസാനിക്കും, മാത്രമല്ല നിന്റെ ദൃശ്യങ്ങൾ സിനിമയിലെ ഒരു കാര്യവും പുറത്തു വരികയില്ല, ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ജീവിതം കുടുംബവും നശിക്കും എന്ന് പറഞ്ഞ് ഈ ചിത്രങ്ങൾ ഭർത്താവിനും മറ്റും അയച്ചു കൊടുക്കും എന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഇത് യുവതിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചതിന് ശേഷം ഉള്ള അവിടുത്തെ ദൃശ്യങ്ങളായിരുന്നു. അതെല്ലാം വീഡിയോയായിട്ടും അതുപോലെ തന്നെ ഫോട്ടോയായിട്ടും പ്രതി പകർത്തിയെടുക്കുകയായിരുന്നു. ഇത് വെച്ചിട്ടായിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തിയത്. പീഡിപ്പിച്ച അതേ ദിവസം തന്നെ പീഡനത്തിന് ശേഷം ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് ടാക്സിയിൽ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഈ വാട്സപ്പിൽ ഇതിലെ ചില ചിത്രങ്ങൾ യുവതിക്ക് ലഭിക്കുകയായിരുന്നു. പീഡിപ്പിച്ച അന്ന് തന്നെ പ്രതിയായിട്ടുള്ള മൻസൂർ റഷീദ് പണം ആവശ്യപ്പെടുകയും മൻസൂർ റഷീദിൻ്റെ കുറച്ച് പൈസ യുവതിയുടെ കൈവശം ഉണ്ടായിരുന്ന പണം, യുവതിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം അത്രയും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എന്നുമാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് നിരന്തരം പണം ആവശ്യപ്പെടുകയായിരുന്നു. യുവനടി ഇത് ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. തുടർന്ന് 6.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നാണ്. എന്തായാലും 6.5 ലക്ഷം രൂപ തട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ എന്താ കഥ? ഒരുപാട് കാലം ഇതും പറഞ്ഞുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞതിലേക്ക് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. പലതും നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? എസ്പെഷ്യലി കാസ്റ്റിംഗ് കൗച്ചിങ് എന്ന് പറയുന്ന സംഭവം. അതായത് ഏതെങ്കിലും നടിമാരോട് നിനക്ക് സിനിമയിൽ അവസരം തരാം, നീ കിടന്ന് തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൺസെന്റ് ചോദിക്കല്ലോ. ഇങ്ങനെയൊക്കെ കുറെ നടക്കുന്നുണ്ട് എന്ന് പല നടിമാരും രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ മയക്കിക്കെടുത്തി ബലാത്സംഗം ചെയ്യാറുണ്ടെന്നൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം ആരും മുമ്പ് ഇങ്ങനത്തെ ഒരു അനുഭവം വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ, നമ്മുടെ വിജയ് ബാബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ വേറെ തന്നെ കേസാണ്, ഈ രീതിയിൽ കണക്കൂട്ടാൻ പറ്റൂല. എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ. ഇനി അഥവാ ഏതെങ്കിലും നടിമാർക്ക് ഇതേപോലെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഈ മയക്കിക്കെടുത്തിയുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ
അവരെന്തായാലും പുറത്തൊന്നും പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഒന്നാമത് അവരുടെ കരിയർ നശിക്കും, അത് പിന്നെയും പോട്ടെന്ന് വെക്കാം. രണ്ടാമത് അവരുടെ ജീവിതം നശിക്കും. കാരണം ആളുകളൊക്കെ അവരെ വേറെ കണ്ണിൽ കണ്ടു തുടങ്ങുന്നുള്ളതാണ്. അല്ലെങ്കിൽ സിനിമാ നടി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ വേറെ കണ്ണിലൂടെയാണ് കുറെ കാലം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അതിലൊക്കെ കുറച്ചൊക്കെ മാറ്റം വന്നു തുടങ്ങിയത്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ തീർന്നില്ല കഥ. മാത്രവുമല്ല, ചില ചോദ്യങ്ങൾ തിരിച്ചും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാലം കെടുന്നു കൊടുത്തിട്ട് ഇപ്പൊ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അധികം ആരും തുറന്നു പറയില്ല എന്നുള്ളതാണ്. കാസ്റ്റിംഗ് കൗച്ച് പിന്നെയും തുറന്നു പറയാം അല്ലേ, കാരണം അവിടെ പറയുന്ന ആക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയാണെങ്കിൽ ജീവിതം തന്നെ നശിച്ചു പോകുന്നുള്ളതാണ്. അതാണ് നമ്മുടെ സമൂഹം. എന്തായാലും വല്ലാത്തൊരു അനുഭവമായി പോയിട്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ, എന്തുകൊണ്ട് ആ സമയത്ത് അവിടെയുള്ള പൃഥ്വിരാജിനോടും മോഹൻലാലിനോടൊന്നും പോയി ഈ പെൺകുട്ടി ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ളത്. അതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. പക്ഷേ ഈ വിവരങ്ങളെല്ലാം ആദ്യം മുതൽ പൃഥ്വിരാജിനോടും മറ്റും പറഞ്ഞിരുന്നു. ലൊക്കേഷനിലുള്ള സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം സഹസംവിധായകനിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും നടപടിയെടുത്തില്ല എന്നാണ് പറയുന്നത്. പകരം സഹസംവിധായകനെ സിനിമയുടെ ബാക്കി ഭാഗങ്ങളിലെ ജോലിയിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. നിയമ നടപടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും, യുവതിക്ക് നീതി ഉറപ്പാക്കുവാനുള്ള കാര്യങ്ങളൊന്നും സീനിയർ ആർട്ടിസ്റ്റുകൾ ഇടപെട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് അയാൾ ആ സിനിമയുടെ സഹസംവിധായകന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തല്ലോ, അതന്നെ നല്ല കാര്യം. പിന്നെ അങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് നിന്ന് ആളെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാണെങ്കിൽ അത് സിനിമയുടെ ക്രെഡിബിലിറ്റിനെ തന്നെ ബാധിക്കല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ പൃഥ്വിരാജ് ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല, ഈ പെൺകുട്ടിയുടെ കൂടെ കേസിനൊന്നും പോയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പോവാത്തതിൽ അവർക്ക് അവരുടേതായ കാരണങ്ങൾ കാണും. അറിയാലോ, ഇത് സിനിമാ ഫീൽഡാണ്. ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഫീൽഡാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി അഥവാ പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പല സംഘടനകളും പൃഥ്വിരാജിനെ എതിർക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഒരുപാട് സംഘടനകളിലൊക്കെ അംഗമായിരിക്കും. ചിലപ്പോൾ അതേ സംഘടനയിൽ തന്നെ അംഗമായിരിക്കും ഈ പറയുന്ന മൻസൂർ റഷീദ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരനെതിരെ പോകുന്ന സമയത്ത് ഈ സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാകും. അത് പിന്നെ വേറെ ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത് സിനിമാ ഫീൽഡിൽ നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുക തന്നെ വേണം. ആരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകിച്ച് സഹസംവിധായകരിൽ നിന്നും ആക്ടേഴ്സിൽ നിന്നും ഒക്കെയാണ് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കണ്ട ആ ഭാഗത്തേക്ക്. അതുകൊണ്ടാണല്ലോ നടിമാരെല്ലാവരും കൂടി ചേർന്ന് WCC എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചത്. ആദ്യമൊക്കെ അടിപൊളിയാണെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ ആ സംഘടന കോമഡിയായി മാറി എന്നുള്ളതാണ്. ഏതെങ്കിലും പെൺകുട്ടിക്ക് സെറ്റിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞ് ഇവരെ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവരെ മറുപടി എന്താ, സംഘടനയിൽ അംഗത്തെടുത്തുക്കണോ എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇവരുടെ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടി ഈ കാര്യം തന്നെ ഭർത്താവിനോട് പറയുന്നുണ്ട്. അന്നേരമുള്ള ഭർത്താവിന്റെ അപ്രോച്ച് എന്താണെന്നുള്ളത് റിപ്പോർട്ട് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ യുവതി തന്നെ ഇത് ഭർത്താവിനോട് പങ്കുവയ്ക്കുകയും എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഭർത്താവ് ഇനി ഈ ബന്ധം തുടരുന്നത് ശരിയല്ല, സഹായിക്കും എന്ന് കരുതിയ സ്ഥാനത്ത് യുവതിയെ ഭർത്താവ് ഉപേക്ഷിക്കുകയായിരുന്നു. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഇനി നടക്കുവാൻ അല്ലെങ്കിൽ ഇനി തുടരുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു യുവനടിയെ. തുടർന്നായിരുന്നു യുവതി പോലീസിൽ പരാതി കൊടുത്തത്. ഓക്കെ, എന്ത് മണകുടഞ്ഞ ഭർത്താവാണ് ഇയാൾ എന്നുള്ളതാണ് അല്ലേ. ഈ ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും കൂടെ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് അല്ലേ. അപ്പൊ ഈ ഭർത്താവിന് ശരിക്കും ലൈഫ് പാർട്ണർ എന്ന് പറയാൻ പോലുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിലും സ്വന്തം ഭാര്യ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുമ്പോഴേക്കും ഉപേക്ഷിച്ച് പോകാൻ മാത്രം ഇയാളുടെ മെന്റാലിറ്റിയാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. 2024 ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ശരിക്കും ഈ സമയത്താണ് കൂടെ നിൽക്കേണ്ടത് അല്ലേ. ഇപ്പൊ ഇവരൊക്കെ പെണ്ണിനൊരു ലൈംഗിക വസ്തുവായിട്ടായിരിക്കും കാണുന്നത്, മറ്റൊരു വ്യക്തി ഉപയോഗിച്ച വസ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ കാണുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് പോകാൻ തോന്നും. അതല്ലാതെ മനുഷ്യനായി കാണുന്ന ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഉപേക്ഷിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. തുടർന്നും റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പോകെ ഈ പറഞ്ഞ മൻസൂർ റഷീദിന്റെ ഉപ്പയും തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവരും ഒരുപാട് കാശുകൾ തട്ടാൻ നോക്കി. അതിനൊക്കെ ശേഷമാണ് പോലീസിൽ പരാതിപ്പെടുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആളിപ്പോൾ ഒളിവിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും എന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ മായാതെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ ന്യൂസ് പുറത്തുവിട്ടത് കർമ്മ ന്യൂസ് ആണ്. എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർമ്മ ന്യൂസ് അല്ലാതെ വേറെ ആരും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. കർമ്മ ന്യൂസ് അറിയാലോ, മഞ്ഞ ചാനൽ എന്നുള്ള പേര് ആദ്യം കിട്ടിയത് കർമ്മ ന്യൂസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള ചാനലുകളിലൊന്നും ഈ വാർത്ത വരാത്തിടത്തോളം കാലം ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി നമ്മൾ 10 തവണയെങ്കിലും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊരു കാര്യം. ഇനി ഇത് നടന്നൊരു സംഭവമാണെന്ന് തന്നെ വെക്കാം, അപ്പോഴും ചില ചോദ്യങ്ങൾ അവിടെ ചോദിക്കാനുണ്ടാകും. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ സിനിമ ഇറങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഒരു 6 മാസം മുന്നേ ആയിരിക്കുമല്ലോ നടന്നിട്ടുണ്ടായിരിക്കുക. ചുരുക്കി പറഞ്ഞൊരു 2.5 കൊല്ലം മുന്നേ നടന്നൊരു സംഭവം എന്തുകൊണ്ട് ഇപ്പൊ വന്ന് പറയുന്നു എന്നുള്ളത് അതൊരു ചോദ്യമാണ്. അതിന്റെ കൃത്യമായ കാരണവും ഈ നടി വ്യക്തമാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ആ നടിക്ക് കേസ് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കുക അല്ലേ. പിന്നെ അവസാനമായി ഇപ്പൊ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അല്ലേ.
പല നടിമാരും കൂടെ കിടന്നു കൊടുത്തിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി തെറ്റുന്ന സമയത്ത് എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സിനിമാ ഫീൽഡിൽ നിന്നും ഒരു ആരോപണം വരുന്ന സമയത്ത് കണ്ണും അടിച്ച് വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു മണ്ടത്തരമായി പോകും. ഇതിപ്പോ വന്ന് കുറെ ഫേക്ക് അലിഗേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള അലിഗേഷൻ വന്നാൽ പോലും ആളുകൾ സംശയിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. ഞാൻ ഈ കേസിൽ പറഞ്ഞാലേ കേട്ടോ, ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. എന്തായാലും ആരോപണത്തിൽ കാമ്പുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ, അല്ലേ? ഇല്ലെങ്കിൽ ഇതിനെ കള്ളി വെളിച്ചത്ത് വരട്ടെ. ഇത്രയൊക്കെ ഈ സമയത്ത് എനിക്ക് പറയാനൊക്കത്തുള്ളൂ. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സ് വരാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.